കടുത്ത വിമർശനങ്ങൾക്കിടെയുള്ള ലോക കേരള സഭയുടെ 4ാം സമ്മേളനം ഇന്നും തുടരും. 3 കോടിയിലധികം രൂപ മുടക്കി 351 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു. സമിതികളുടെ റിപ്പോർട്ടിംഗ്, പ്രമേയ അവതരണം ഉൾപ്പെടെയുള്ള ഇന്നത്തെ കാര്യപരിപാടികളാകും നടക്കുക. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കോടികൾ മുടക്കി നടത്തുന്ന ലോക കേരള സഭയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. മാത്രമല്ല, പ്രവാസികളുടെ കാതലായ വിഷയങ്ങളിൽ സർക്കാരിന്റെ നടപടികൾ കൈക്കൊള്ളാനായിട്ടില്ലെന്ന വിമർശനവും ശക്തമാണ്. പ്രവാസികളുടെ ക്ഷേമത്തിനായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ സമ്മേളനത്തിൽ ഉയർന്ന 70ഓളം നിർദ്ദേശങ്ങളിൽ ആകെ നടപ്പായത് 3 മാത്രം. പ്രവാസി മിത്രം, സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി, കേരള മൈഗ്രേഷൻ സർവേ എന്നിവയാണവ. മറ്റു പദ്ധതികളിൽ കൃത്യമായ വിശദീകരണം നൽകാൻ പോലും ഇതുവരെ സർക്കാരിനായിട്ടില്ല. പ്രവാസി നിക്ഷേപം ആകർഷിക്കും, പ്രവാസി ക്ഷേമത്തിന് മുൻഗണന നൽകും, പുതിയ സംരംഭങ്ങൾക്ക് സബ്സിഡി എന്നിവയെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി. ഇത്തവണത്തെ സമ്മേളനത്തിലും നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട്. സമിതികളുടെ റിപ്പോർട്ടിംഗ്, പ്രമേയാവതരണം, മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉൾപ്പെടെയാണ് ഇന്നത്തെ സമ്മേളനത്തിലെ പ്രധാന കാര്യപരിപാടികൾ. ഇതിനുശേഷം വിദേശത്ത് 2 മേഖലാ സമ്മേളനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം.